നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വീട് പണിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും തന്നെ ഉപകാരമായേക്കാവുന്ന വീഡിയോകളാണ് ഈ ചാനലിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ വീടുകളിൽ ടൈൽ ഫിക്സ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ജോയിൻറ്റുകൾ, ഏതുതരം ജോയിൻറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് നോക്കാം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളെ, നമ്മൾ ടൈൽ ഫിക്സ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് തരം ജോയിൻറ്റുകളാണുള്ളത്. ഒന്ന് പേപ്പർ ജോയിൻറ്റ് എന്നും രണ്ടാമത്തേത് സ്പേസർ ജോയിൻറ്റും എന്ന് അറിയപ്പെടും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ടൈലുകൾ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു ടൈലിനും മറ്റൊരു ടൈലിനും ഇടയിൽ ഗ്യാപ്പുകളില്ലാത്ത രീതിയിൽ ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ജോയിൻറ്റിനെയാണ് നമ്മൾ പേപ്പർ ജോയിൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ജോയിൻ്റാണ് സ്പേസർ ജോയിൻറ്റ് എന്ന് പറയുന്നത്. ഒരേ അളവിലുള്ള സ്പേസറുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൈലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നിലനിർത്തുന്ന ആ ഒരു രീതിയാണ് സ്പേസർ ജോയിൻറ്റിൽ നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് പേപ്പർ ജോയിൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പേപ്പർ ജോയിൻറ്റ് രീതിയിൽ നമ്മൾ ടൈൽ ഫിക്സ് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിനുള്ള സ്കിൽഡ് വർക്കേഴ്സിനെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് സ്പേസേഴ്സ് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെയുള്ള സ്പേസറിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസോ ഒന്നും നമുക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ടൈലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ ഗ്രൗട്ടിങ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൗട്ടിങ് മെറ്റീരിയൽസ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനുള്ള ആ റേറ്റ് എക്കണോമിക്കലി നമുക്ക് അവിടെ ലാഭവുമാണ്. അടുത്തായിട്ട് പേപ്പർ ജോയിൻറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സാധാരണ ഈ ടൈലുകളിൽ വരുന്ന ചെറിയ വേരിയേഷൻ, അതായത് ഡയമെൻഷനുകളിൽ ഉണ്ടാകുന്ന അതിൻ്റെ സൈസിലുണ്ടാകുന്ന ചെറിയ വേരിയേഷൻ മൂലം നമ്മൾ പേപ്പർ ജോയിൻറ്റ് നമ്മൾ ടൈലുകൾ ടച്ച് ചെയ്ത് അടുപ്പിച്ച് വെക്കുന്നത് കൊണ്ട് അവിടെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ ഗ്യാപ്പുകൾ വളരെ മൈന്യൂട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾക്ക് ഗ്രൗട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അതിനുള്ളിൽ ഡസ്റ്റ് കയറി നിറയാനുള്ള ഒരു സാധ്യത ഉണ്ട്. റീപ്ലേസ് ചെയ്യുക, ഒരു ടൈല് എന്തെങ്കിലും ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾക്കത് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അടുത്തുള്ള ടൈലുകൾക്ക് അത് എഫക്റ്റ് ആവുന്നതുകൊണ്ട് അത് ബ്രേക്ക് ആവാനുള്ള സാധ്യത കൂടുതലുള്ളതായിട്ട് നമുക്ക് കാണാം. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ടൈലിലുള്ള മാനുഫാക്ചറിങ് വേരിയേഷൻ മൂലം നമ്മൾ ഈ ടൈൽ ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈന് അതുപോലെ തന്നെ ലെവല് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് സ്പേസർ ജോയിൻറ്റുകളെക്കുറിച്ച് നോക്കാം. എന്തിനാണ് നമ്മൾ സ്പേസറുകൾ ഉപയോഗിക്കുന്നത്? സാധാരണയായി നമ്മൾ സ്പേസറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടൈൽ ജോയിൻറ്റുകൾ വെളിയിൽ നിന്ന് നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലെവൽ അതുപോലെ തന്നെ അതിൻ്റെ ലൈന് ഇതെല്ലാം ഒരു പ്രൊഫഷണൽ ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഫിനിഷ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രയോജനം. രണ്ടാമതായിട്ട് നമ്മളുടെ ടൈലിൻ്റെ പാറ്റേൺ അതേ രീതിയിൽ തന്നെ എല്ലായിടത്തും നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഈ സ്പേസറുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ടൈലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾക്ക് ഗ്രൗട്ട് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ ഡസ്റ്റ് അടിഞ്ഞുകൂടാനുള്ള സാധ്യത കുറയും. അതുപോലെ തന്നെ നമ്മളുടെ ടൈലുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, നല്ല ബോണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതുമായിട്ട് കാണാം. സ്പേസർ ജോയിൻറ്റിൻ്റെ പ്രധാന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ടൈലുകളിൽ വരുന്ന ചെറിയ സൈസിലുള്ള ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ഡയമെൻഷൻ വേരിയേഷൻസ് നമുക്ക് ഈ സ്പേസർ ജോയിൻറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ടൈൽ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അത് മറയ്ക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ടൈൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ സ്പേസർ ജോയിൻറ്റുകളിലെല്ലാം നമുക്ക് ഗ്രൗട്ട് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് നമുക്കവിടെ വരുന്നു എന്നുള്ളതാണ്. പേപ്പർ ജോയിൻറ്റുകളിൽ അതേസമയം നമുക്ക് ഉള്ളിലേക്ക് ഗ്രൗട്ട് ഫില്ല് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ സ്പേസർ ജോയിൻറ്റുകളിൽ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രൗട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റീപ്ലേസിങ് ഓഫ് ഡാമേജ്ഡ് ടൈൽ. അപ്പോൾ ഒരു ടൈലിന് നമുക്ക് ഡാമേജ് പറ്റിയാൽ തന്നെ ഈ ടൈലിന് ചുറ്റും നമുക്ക് ഗ്യാപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈൽ മാത്രമായിട്ട് മറ്റുള്ള ടൈലുകളെ എഫക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് പുതിയ ടൈല് വെക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നാലാമതായിട്ട് നമ്മളുടെ ടൈലുകൾക്ക് ഒരു നല്ലൊരു പാറ്റേൺ കൊടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഫിനിഷിങ്ങിൽ നമുക്ക് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഫിനിഷിങ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി സ്പേസർ ജോയിൻറ്റുകളുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം.
ഒന്നാമതായിട്ട് സ്പേസർ ജോയിൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടൈൽ വർക്കിന് നമ്മൾക്ക് പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ടൈൽ മേസന്മാരെ തന്നെ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു ഡിസഡ്വാൻറ്റേജ്. അടുത്തതായിട്ട് പേപ്പർ ജോയിൻറ്റിനെ അപേക്ഷിച്ച് നമുക്ക് സ്പേസർ ജോയിൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ഗ്രൗട്ട് നമുക്ക് ആവശ്യമുള്ളതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ആവശ്യമായ സ്പേസേഴ്സ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങേണ്ടതായിട്ട് വരുന്നു. ഇതാണ് രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പേപ്പർ ജോയിൻറ്റുകളെ അപേക്ഷിച്ച് സ്പേസർ ജോയിൻറ്റുകൾക്കുള്ള മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പേപ്പർ ജോയിൻറ്റുകൾ നമ്മൾക്ക് ടൈല് ഫിക്സ് ചെയ്താൽ തന്നെ നമ്മളുടെ വർക്ക് അവിടെ തീരുകയാണ് ചെയ്യുന്നത്. അതേസമയം സ്പേസർ ജോയിൻറ്റുകൾ നമ്മൾ വർക്കിന് ശേഷം വീണ്ടും 1-2 ദിവസം കൂടി നമ്മൾക്ക് നമ്മുടെ ഗ്രൗട്ട് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതായിട്ട് വരുന്നതായിട്ട് കാണാം. അടുത്തായിട്ട് പേപ്പർ ജോയിൻറ്റും അതുപോലെ തന്നെ സ്പേസർ ജോയിൻറ്റും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ ടേബിളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഈ കമ്പാരിസണിൽ ആദ്യമായിട്ട് നമ്മൾ ഗ്രൗട്ടിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ ജോയിൻറ്റുകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗ്രൗട്ടിങ് ആവശ്യമില്ല. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം സ്പേസർ ജോയിൻറ്റുകൾക്ക് വളരെ ഭംഗിയായ രീതിയിൽ നമ്മൾ ഗ്രൗട്ടിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഭംഗിക്കുറവുണ്ടാക്കുകയും അതുപോലെ തന്നെ ഡസ്റ്റ് അടിഞ്ഞുകൂടാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് പേപ്പർ ജോയിൻറ്റുകൾക്ക് വർക്കിംഗ് ടൈം കൂടുതലാണ് ആവശ്യമുള്ളത്. കാരണം ടൈലിൻ്റെ സൈസിൽ ഉണ്ടാകുന്ന മെഷർമെൻറ്റിൻ്റെ ആ ഒരു വേരിയേഷൻ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സമയം കൂടുതൽ വേണം. അതേസമയം സ്പേസർ ജോയിൻറ്റുകൾക്ക് നമുക്ക് സ്പേസർ വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് യൂണിഫോമായിട്ട് നമുക്ക് ഗ്യാപ്പ് നിലനിർത്താൻ കഴിയുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് പേപ്പർ ജോയിൻറ്റുകൾക്ക് നമുക്ക് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സ്പേസർ ജോയിൻറ്റുകൾക്കും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ആവശ്യമുണ്ട്. എങ്കിലും പേപ്പർ ജോയിൻറ്റുകളെക്കാളും നമുക്ക് സ്പേസർ ജോയിൻറ്റുകൾക്ക് കുറച്ച് ലോവർ ആയിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സിനെ ആവശ്യമായിട്ട് വരുന്നു. അടുത്തായിട്ട് നമ്മൾ ടൈൽ ഫിക്സ് ചെയ്യുമ്പോൾ ടൈലിൻ്റെ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേപ്പർ ജോയിൻറ്റുകളാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ടൈലിൻ്റെ സൈസിലുള്ള വേരിയേഷൻ മൂലം നമുക്ക് കുറച്ച് അധികം സമയം വേണ്ടിവരും. അതേസമയം സ്പേസർ ജോയിൻറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് റീപ്ലേസിങ് ഓഫ് ടൈൽ, അതായത് പേപ്പർ ജോയിൻറ്റുകൾ റീപ്ലേസ് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചുറ്റുമുള്ള ഒരു ടൈലുകളെ അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയം സ്പേസർ ജോയിൻറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്നും ടൈല് ഊരിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഫിനിഷിംഗ് ലുക്ക്. പേപ്പർ ജോയിൻറ്റുകളുടെ ലുക്ക് എന്ന് പറയുന്നത് ഒരു മീഡിയം ലുക്കാണ്. അതേസമയം സ്പേസർ ജോയിൻറ്റുകളെ പേപ്പർ ജോയിൻറ്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ലുക്ക്, ഇടയിലുള്ള ഗ്രൗട്ടെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊരു നല്ലൊരു ഗുഡ് ലുക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ടൈൽ സ്പേസേഴ്സ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു റെഫറൻസ് പോയിൻ്റ് കണ്ടതിന് ശേഷം ഏതെങ്കിലും കോർണറിലോ അല്ലെങ്കിൽ സെൻറ്ററിലോ നമ്മൾ ആദ്യത്തെ ടൈല് ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 4 കോർണറുകളിലും നമ്മൾ ടൈൽ സ്പേസേഴ്സ് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ഒരു ടൈല് ഇതിനോട് ചേർന്ന് ടൈൽ സ്പേസറിനോട് ചേർന്നിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഗ്യാപ്പ്, അതായത് ടൈൽ സ്പേസറിൻ്റെ തിക്നെസ് എത്രയാണോ അത്രയും ഗ്യാപ്പ് അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാം. അഡീഷണൽ സ്പേസേഴ്സ് ഈ കോർണറുകളിൽ കൂടാതെ തന്നെ നമ്മൾക്ക് അതിനുള്ള ഗ്യാപ്പുകളിലെല്ലാം നമുക്ക് അഡീഷണൽ സ്പേസേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പ്രോസസ്സിങ് തന്നെ നമ്മൾ ഓരോ ടൈലുകളിലും കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടൈലിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. അടുത്തായിട്ട് നമ്മളുടെ ടൈൽ സ്പേസേഴ്സ് നമ്മൾ വർക്കിന് ശേഷം എങ്ങനെയാണ് ഒരു ടൈലുകളുടെ ഗ്യാപ്പുകൾക്കിടയിൽ നിന്ന് എടുക്കുന്നതെന്ന് നോക്കാം. നമ്മളുടെ ഈ ടൈൽ സ്പേസേഴ്സ് നമ്മൾ ടൈൽ ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ അത് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അഡിസീവ് അല്ലെങ്കിൽ ടൈലിൻ്റെ താഴെ നമ്മൾ ഉപയോഗിക്കുന്ന മോർട്ടാർ സെറ്റ് ആകുന്നത് വരെ നമ്മൾ അത് റിമൂവ് ചെയ്യാനായിട്ട് പാടില്ല. അതിനുശേഷം നമുക്ക് ഏകദേശം 24 മണിക്കൂറുകൾക്ക് ശേഷമാണ് നമ്മളുടെ ടൈൽ സ്പേസേഴ്സ് നമ്മൾ അതിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഗ്യാപ്പ് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രൗട്ട് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് ടൈൽ സ്പേസേഴ്സ് ഉപയോഗിക്കുമ്പോഴുള്ള ചെറിയ ടിപ്പുകളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറിയ റൂമുകളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ടൈൽ സ്പേസേഴ്സ് ആയിരിക്കും ചെറിയ റൂമുകൾക്ക് എപ്പോഴും യോജിക്കുക. അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണയുള്ള റൂമുകൾ നമ്മൾ കറക്റ്റ് സ്ക്വയറിലാവണമെന്നില്ല. നമ്മളുടെ വീടിനുള്ളിലെ പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ തേപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇഞ്ചസിലോ അല്ലെങ്കിൽ മില്ലിമീറ്ററുകൾക്കോ ഡിഫറൻസ് ഉള്ളതായിട്ട് കാണാം. അത് ശരിക്കും എഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ടൈൽ വർക്കിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മൾ സൈഡിലൂടെ വെക്കുന്ന സ്ക്രിപ്റ്റിങ്ങിലെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിലും നമുക്ക് ഈ ടൈൽ സ്പേസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ടൈല് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഏത്
സ്പേസറാണ് ഉപയോഗിക്കേണ്ടത്, എത്ര MM-ൻ്റെ അല്ലെങ്കിൽ എത്ര തിക്നെസ്സുള്ള സ്പേസറാണ് നമ്മൾ ഓരോ റൂമിലും ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ നേരത്തെ തന്നെ മുമ്പ് കൂട്ടി പ്ലാൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കാരണം വലിയ റൂമുകൾക്ക് നമ്മൾ ചെറിയ സ്പേസർ കൊണ്ടിട്ടാൽ അത് കാണുന്നതിന് അഭംഗി ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ റൂമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വലിയ ഗ്യാപ്പുകളാണ് ടൈലുകൾക്കിടയിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് അഭംഗി ഉണ്ടാക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ടൈൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ പ്ലാൻ ചെയ്യുക എത്ര MM-ൻ്റെ സ്പേസേഴ്സാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന്. അതുപോലെ തന്നെ സ്പേസറുകളുടെ തിക്നെസ് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ റൂമിനുള്ളിൽ എഡ്ജുകളിൽ വരുന്ന കട്ട് പീസുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഫുൾ ടൈലുകൾ നമുക്ക് വെക്കുന്ന രീതിയിൽ നമുക്ക് സ്പേസറുകൾ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എക്കണോമിക്കലിയും നമുക്ക് അത് ലാഭം തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ടൈല് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചോക്ക് ലൈൻ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലേസർ ലെവൽ ഉപയോഗിച്ചോ നമ്മൾ ആ ഒരു ടൈൽ ലേ ചെയ്യുന്ന ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ സ്പേസേഴ്സ് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വാളുകൾക്ക് നമ്മൾ 2 to 3 mm, അതായത് 2 മുതൽ 3 മില്ലിമീറ്റർ വരെയുള്ള ഗ്യാപ്പുകളിലുള്ള അല്ലെങ്കിൽ തിക്നെസ്സുള്ള ടൈൽ സ്പേസേഴ്സാണ് നമ്മൾ വാളുകൾക്ക് ഉപയോഗിക്കുന്നത്. അതേസമയം ഫ്ലോറുകൾക്ക് നമ്മൾ 3 മുതൽ 5 mm വരെയുള്ള തിക്നെസ്സുള്ളിലുള്ള നമ്മൾ സ്പേസേഴ്സാണ് നമ്മൾ ഫ്ലോറുകൾക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 2 mm താഴെയുള്ള ഒരു ഗ്യാപ്പ് ടൈൽ സ്പേസറുകൾ നമ്മൾ ഒരിക്കലും വാളുകൾക്ക് ഉപയോഗിക്കുന്നത് അത്ര റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതുപോലെ ഫ്ലോർ ടൈലുകൾക്ക് 3 mm കുറയാതെ തന്നെ നമ്മൾ തിക്നെസ്സുള്ള സ്പേസേഴ്സ് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ് റിലീഫ്, ടൈലുകളിലുണ്ടാകുന്ന സ്ട്രെസ് റിലീഫ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ടൈലുകൾ ബ്രേക്ക് ആവുന്നതിനെല്ലാം നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സുഹൃത്തുക്കളെ, ഇത്രയുമാണ് ടൈൽ സ്പേസേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ടൈൽ ജോയിൻറ്റുകളെക്കുറിച്ച് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലാത്ത എൻ്റെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഞാൻ ചാനൽ പേജിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അത് വിസിറ്റ് ചെയ്താൽ മാത്രമേ ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പലരും നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോസ് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അത് നമ്മളുടെ ചാനൽ പേജ് കാണാത്തതുകൊണ്ടാണ്, എൻ്റെ പഴയ വീഡിയോകൾ കാണാത്തതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതുകൂടി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.